മാത്രമല്ല ശ്രീ മോഹൻലാലിന്റെ ഫാൻസ് അസോസിയേഷനും അത് പ്രാക്ടീസ് ചെയ്യണം. എന്താ കാരണം വെച്ചാൽ ശ്രീ മമ്മൂട്ടിയെ കാണുമ്പോൾ ചിലപ്പോൾ പല്ലിറുമെന്നുള്ള ഫാൻസ് അസോസിയേഷൻ ഞാൻ പറയുന്ന റിഫ്ലക്സുകളാണ്, അല്ലാതെ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് സിനിമ എന്ന് പറയുന്നത് ഇത് റിയാലിറ്റി അല്ലെന്ന് ആദ്യം മനസ്സിലാക്കി ആ ഒരാളുടെ സിനിമയുടെ സക്സസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അയാളുടെ സിനിമ സക്സസ് ആകുമ്പോൾ അയ്യോ ഇത് ഇയാളുടെ സിനിമ സക്സസ് ആയി മറ്റയാളുടെ സിനിമ മോശമായി എന്നിട്ട് അയാളെ ദ്രോഹിക്കുകയല്ല വേണ്ടത്. ഫാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഞാനത് ഏറ്റവും ഒരു തമിഴ്നാട്ടിലോട്ട് ഞാൻ തമിഴ് സിനിമയൊക്കെ അഭിനയിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹം ആ വെളിയിൽ ചെരുപ്പ് ഊരി വെച്ച് അകത്ത് കയറിയിട്ട് സാർ ഞാൻ ഉങ്ക രസികൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ഞാൻ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ എൻജോയ് ചെയ്യുന്ന ഒരാളെന്നാണ്. അതിനെ നശിപ്പിക്കാനായിട്ട് അവരൊന്നും ശ്രമിക്കാറില്ല. പക്ഷേ ഫാൻസ് അസോസിയേഷൻ ഇപ്പോഴും മാത്രം ഇത് തുടക്കമല്ലല്ലോ, പണ്ട് മുതലേ ഉള്ളതാണ് അല്ലേ. ചില ആൾക്കാർക്ക് ഇഷ്ടമാകും, ചില ആൾക്കാർക്ക് ഇഷ്ടമാവില്ല. ഞാൻ പറയുന്നത് ഇഷ്ടമാകൂന്നാണ് പറയുന്നത്. ശ്രീ മോഹൻലാലിൻ്റെ സിനിമ കാണാൻ വന്നിരിക്കുന്ന ഫാൻസ് അതിനിടയിൽ ഒരു മമ്മൂട്ടി ചിത്രത്തിൻ്റെ ട്രെയിലർ കാണുമ്പോൾ ഒരു 10 കൂക്ക് നേരെ തിരിച്ചു അങ്ങോട്ടും. സാർ അത് ഒരു റിഫ്ലെക്സ് എന്നാണ് ഞാൻ പറയുന്നത്. അതൊരു മാസ് സൈക്കോളജിയാണ്. ഒരാളോ അല്ലെങ്കിൽ 10 പേരാണെങ്കിൽ കൂവില്ല. ഇവർ നേരത്തെ പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്, ശ്രീ മോഹൻലാൽ ഒരുപക്ഷെ നമുക്ക് നൽകിയിട്ടുള്ള ഈ വിദ്യ അത് ഞാനും നിങ്ങളും അദ്ദേഹത്തിൻ്റെ ഫാൻസും പരിശീലിച്ച് നോക്കും. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഒരുപാട് ഭാരം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റും.